ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാബേജ് തോരനാണ്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഫുള്ളായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുക്കണം. അത് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ക്യാബേജിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് നന്നായിട്ടൊന്ന് പിടിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങയാണ്. തേങ്ങയിൽ നമ്മൾ 3 പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ എന്നിട്ട് നമ്മൾ ഇതിന് മേലെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ്. തേങ്ങ ഇട്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല. അതുപോലെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേബേജും തേങ്ങയൊക്കെ ആവിയിൽ കിടന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ തേങ്ങ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങ കേബേജിൻ്റെ എല്ലാം കൂടി ഒന്ന് പിടിച്ചിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ കേബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.